പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത് പുതിയൊരു ലഘുലേഖ എഴുതി പ്രസിദ്ധീകരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു എന്ന സന്തോഷ വിവരം നിങ്ങളെ അറിയിക്കുവാനാണ്. ഇന്ന് ഒരു 11 മണിയായപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു. അത് വന്നത് മൂവാറ്റുപുഴയ്ക്കടുത്ത് നിന്ന്. ആ ഫോൺ ചെയ്ത ആൾ എന്നോട് പറഞ്ഞു, ഞാനൊരു ബസ് സ്റ്റോപ്പിൽ ഇരിക്കുകയായിരുന്നു. ഒരു കാറ് വന്ന് നിർത്തിയിട്ട് ആ കാറിൽ നിന്ന് ഒരു വ്യക്തി എനിക്കൊരു പുസ്തകവും ഒരു നോട്ടീസും നൽകുവാനായിട്ടിടയായി. ആ വ്യക്തിയോട് സംസാരിക്കാൻ പോലും എനിക്ക് സമയം കിട്ടിയില്ല. അപ്പോഴേക്കും അദ്ദേഹം പോയി കളഞ്ഞു. അതിലുള്ള അഡ്രസ്സ് വെച്ചിട്ടാണ് എന്നെ വിളിക്കുന്നതെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് കിട്ടിയ ഒരു പുസ്തകം എന്ന് പറയുന്നത് ഈ മരണശേഷം എന്ന് പറയുന്ന ഈ പുസ്തകമാണ്. അദ്ദേഹം ഈ പുസ്തകം മുഴുവൻ ആ ബസ് സ്റ്റോപ്പിലിരുന്ന് വായിച്ചു തീർത്തു. രോഷാകുലനായിട്ട് എന്നെ വിളിച്ചിരിക്കുന്നു. അദ്ദേഹം പറയുന്നു, ഈ പുസ്തകത്തിൽ 3 മരണങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആത്മീയ മരണത്തെക്കുറിച്ചും ശാരീരിക മരണത്തെക്കുറിച്ചും നിത്യമരണത്തെക്കുറിച്ചും. അദ്ദേഹത്തിന് അറിയേണ്ടത് എന്താണ് ഈ ആത്മീയ മരണം. ഏദൻ തോട്ടത്തിൽ വെച്ച് കർത്താവ് ആദാമിനോട് കൽപ്പിച്ചു, ഈ വൃക്ഷത്തിൻ്റെ ഫലം തിന്നുന്ന നാളിൽ നീ മരിക്കും. മരിച്ചോ എന്നാണ് എന്നോട് ചോദിക്കുന്നത്. അപ്പോൾ സാത്താൻ പറഞ്ഞ അല്ലേ ശരി എന്നൊക്കെ ചോദിക്കുന്നത്. ഞാൻ അദ്ദേഹത്തോട്, പാപം ചെയ്യുമ്പോൾ ദൈവത്തിൽ നിന്ന് മനുഷ്യൻ ബന്ധം വിച്ഛേദിക്കപ്പെടുന്ന അവസ്ഥയാണ് ആത്മീയ മരണമെന്നും കർത്താവായ യേശു ക്രിസ്തു ഒരിക്കൽ പോലും ഒരു ശാരീരിക മരണത്തെ മരണമെന്ന് വിളിച്ചിട്ടില്ല എന്നും പകരം നിദ്ര ചെയ്യുകയാണ് എന്നാണ് വിളിച്ചതെന്നും ഞാൻ പറയാനിടേ. അതുമാത്രമല്ല, ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ ലാസർ ഉറങ്ങുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായില്ല. അപ്പോൾ കർത്താവ് അവരുടെ ഭാഷയിൽ പറഞ്ഞു, ലാസർ മരിച്ചുപോയി എന്ന് പറയുവാനിടേ. ഞാൻ ഇങ്ങനെയും പറഞ്ഞു കൊടുത്തു. കർത്താവായ യേശു ഒരു ഉപമ പറഞ്ഞു. ആ ഉപമ, മുടിയനായ പുത്രൻ തിരിച്ചു വരുമ്പോൾ തൻ്റെ വീട്ടിലുള്ള ജ്യേഷ്ഠൻ അവിടുത്തെ ആഘോഷം കണ്ട് നീരസപ്പെട്ട് നിൽക്കുമ്പോൾ പിതാവ് പറയുന്ന ഒരു വാക്യമുണ്ട്, നിൻ്റെ ഈ സഹോദരൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇപ്പോൾ അവൻ ജീവനോടെ തിരിച്ചു വന്നു. അപ്പോൾ ബൈബിൾ വ്യക്തമായി പറയുന്നത് മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല ഒരു മനുഷ്യൻ്റെ ജീവിതം. മാത്രമല്ല, ഒരു മരണാനന്തര ജീവിതത്തിലേക്കുള്ളൊരു വാതിലാണ് മരണം എന്ന് പറയുന്നത്, ശാരീരിക മരണം. 1 മണിക്കൂർ നേരം അദ്ദേഹം എന്നോട് ഏറെ തർക്കിക്കുവാനിടയിൽ വിവിധ വിഷയങ്ങൾ സംസാരിച്ചു. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, എപ്പോൾ ലഘുലേഖകൾ വിതരണം ചെയ്യുന്നുവോ, പുസ്തകങ്ങൾ വിതരണം ചെയ്യുന്നുവോ, സുവിശേഷകർ അതിനുവേണ്ടി താല്പര്യപ്പെടുന്നുവോ, അപ്പോഴൊക്കെ എനിക്ക് ഫോൺ കോളുകൾ ലഭിക്കും. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് ഡോക്ടർ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ സമയം പോലും എടുക്കാതെ ഒരു വ്യക്തി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയും അദ്ദേഹത്തിൻ്റെ നശിച്ചു പോകുന്ന ജനത്തെ ഓർത്തുള്ള ഭാരവും കണ്ടിട്ട് കൊണ്ടുപോകാൻ കഴിയാവുന്ന അത്രയും തന്നെ ട്രാക്റ്റുകൾ, പുസ്തകങ്ങൾ കൊടുക്കാനായിട്ടിടയായി. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദിവസങ്ങളിൽ പരസ്യയോഗങ്ങളിൽ വളരെ കൂടുതൽ പോകുന്ന ഒരു ട്രാക്റ്റാണ് ദൈവസ്നേഹം എന്ന ഈ മലയാളം ട്രാക്റ്റ്. അതിനോടൊപ്പം പോകുന്ന മറ്റൊരു ട്രാക്റ്റാണ് ഈ മദ്യമയക്കുമരുന്നിനെതിരെയുള്ള ഈ ലഘുലേഖ. അതുകൂടാതെ സുരക്ഷിതത്വം എവിടെ എന്ന് ചോദിക്കുന്ന ഒരു ലഘുലേഖ 6-7 മാസം മുമ്പ്
പ്രിൻ്റ് ചെയ്യുവാനായിട്ടിടയായി. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഞാനതിൽ വ്യക്തമായി ഇങ്ങനെ എഴുതുവാനിടയായി. ആകാശത്ത് നോക്കിയാൽ, കരയിൽ നോക്കിയാൽ, കടലിൽ നോക്കിയാൽ, അധികാരസ്ഥരിൽ നോക്കിയാൽ, എവിടെ നോക്കിയാലും മനുഷ്യന് സുരക്ഷിതത്വം ഇല്ല. നമുക്കറിയാം, നാസയുടെ ആ സ്പേസ് ക്രാഫ്റ്റിൽ ഇന്ത്യക്കാരിയായ സുനിത വില്യംസ് മരണത്തോട് മല്ലിടുന്ന ഒരു പ്രത്യേകമായ അവസ്ഥയിലാണ്. എവിടെയാണ് സുരക്ഷിതത്വം? അർജുൻ മണ്ണിനടിയിൽ പോയിട്ട് ഇതുവരെ കണ്ടെത്താൻ കഴിയാത്ത മനുഷ്യലോകം. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഈ നാളുകളിൽ അനേകർ ലഘുലേഖകൾ വായിക്കുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം കരുനാഗപ്പള്ളിയൊക്കെ അടുത്ത് നിന്ന് എനിക്കൊരു ഫോൺ കോൾ വന്നു. ഒരു വീട്ടമ്മയെ വിളിച്ചത്, ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ. അവരോട് ഞാൻ സംസാരിക്കാനിടയായി. തൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനത്തിൽ നിന്ന് മാറണം, മദ്യപാനത്തിൽ മാറാൻ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്, സാധിക്കുന്നില്ല, എന്താ ചെയ്യാൻ കഴിയുക എന്ന് ചോദിച്ചു. ഞാൻ അവരോട് ചോദിച്ചു, സിസ്റ്റർക്ക് എങ്ങനെയാണ് എൻ്റെ ഈ ഫോൺ നമ്പർ കിട്ടിയത്? അവർ പറഞ്ഞത് എന്നെ അത്ഭുതപ്പെടുത്തി. ഇതാദ്യമല്ല, പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. സുവിശേഷകരായ ആരെങ്കിലും ഈ ലഘുലേഖ, മദ്യമയക്കുമരുന്നിനെതിരെയുള്ള ഈ ലഘുലേഖ ഇത് കൊടുക്കുമ്പോൾ അവർ വാങ്ങിച്ച് അവരുടെ വാനിറ്റി ബാഗിലോ അല്ലെങ്കിൽ വീട്ടിലോ സൂക്ഷിച്ചു വയ്ക്കും. ഞാൻ ആ സഹോദരിയോട് ചോദിച്ചു, 1 മാസം മുമ്പ് കിട്ടിയ ലഘുലേഖ നിങ്ങളെന്താ, ഒരു വെറും കടലാസാണല്ലോ ഇത് കളയാൻ സൂക്ഷിച്ചതെന്ത്? അപ്പോൾ അവരെന്നോട് പറഞ്ഞത്, എൻ്റെ ഭർത്താവ് ഞങ്ങളെല്ലാം കരഞ്ഞു പറഞ്ഞപ്പോൾ താൽക്കാലികമായി നിർത്തിയിരിക്കുക, ഇനി എപ്പോഴെങ്കിലും മദ്യപാനം തുടങ്ങിയാലോ, അങ്ങനെയാണെങ്കിൽ ഇതിലെ ഫോൺ നമ്പർ വിളിക്കാൻ എനിക്കൊരു പ്രേരണയുണ്ടായതുകൊണ്ട് ഞാൻ സൂക്ഷിച്ചു വെച്ചതെന്ന് പറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞു, റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ ഞാനാക്കാം. അവരെന്നോട് ചോദിച്ചു, ഒരു നല്ല ജോലി ചെയ്യുന്ന, അതായത് ലീവ് എടുക്കാൻ പറ്റാത്തതായി ജോലി ചെയ്യുന്ന തൻ്റെ ഭർത്താവിന് തുടർമാനമായിട്ട് നിൽക്കാൻ കഴിയുമോ സാറിൻ്റെ അവിടെ വന്ന് കൗൺസിലിങ്? ഞാൻ പറഞ്ഞു, മദ്യപാനം ഒരു സ്വഭാവമായി മാറിയിരിക്കുന്ന, അഡിക്ഷനായി മാറിയിരിക്കുന്ന ഒരു വ്യക്തിക്ക് 1 മണിക്കൂറിൻ്റെ കൗൺസിലിംഗ് കൊണ്ട് മാറില്ല. എന്നാൽ മരുന്നുപയോഗിക്കാതെ അവരെ നല്ല സ്വഭാവത്തിലേക്ക് വഴി നടത്തുവാനായിട്ട് പരിശീലിപ്പിക്കുന്ന സമർപ്പിതരായ ആൾക്കാരുള്ള സ്ഥലമുണ്ട്. കീഴിലത്തുണ്ട്, എറണാകുളത്തുണ്ട്, ഇപ്പോൾ പൊള്ളാച്ചിയിലുണ്ട്, വയനാട്ടിലുണ്ട്, പല സ്ഥലത്തുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിന് അവിടേക്ക് വരാൻ സാധിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും വലിയ മാറ്റം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, എനിക്കും കൂടി വരാൻ കഴിയുമോ? നമ്മൾ തീർച്ചയായിട്ടും വരാൻ കഴിയും. എനിക്ക് പ്രാർത്ഥിക്കുന്നതും അത്തരത്തിലുള്ള ആത്മീയ വിഷയങ്ങൾ കേൾക്കുന്നതും എല്ലാം ഇഷ്ടമുള്ള വ്യക്തിയാണ് എന്ന് അവർ പറയുവാനായിട്ട് ഇടയായി. തികച്ചും രണ്ടാമത് മദ്യപാനത്തിലേക്ക് തൻ്റെ ഭർത്താവ് വന്നതിൻ്റെ സാഹചര്യവും അവരെന്നെ വിശദീകരിക്കുവാനായിട്ടിടയായി. അപ്പോഴെനിക്കൊരു കാര്യം മനസ്സിലായി, നിശ്ചയമായിട്ടും അവർ യേശുവിനെ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ലഘുലേഖകൾ വായിച്ചിട്ട് ഫോൺ ചെയ്യുന്നവർ ചുരുക്കമാണ്. അപ്പോൾ എനിക്കറിയാം, ഒരു 50 ആൾ വായിച്ചിട്ട് ഫോൺ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോഴാണ് ഒരാൾ വിളിക്കുക. അപ്പോൾ എനിക്കറിയാം, മരണശേഷം എന്ന പുസ്തകവും അതുപോലെ തന്നെ സുരക്ഷിതത്വം എവിടെ എന്ന് പറയുന്ന ലഘുലേഖയും ദൈവത്തിൻ്റെ സ്നേഹമെന്ന ലഘുലേഖയും ഒക്കെയും അനേകരുടെ ഹൃദയത്തിൽ അനേക ചോദ്യങ്ങളും സത്യമറിയാനുള്ള ആഗ്രഹം ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് പുതിയ ഒരു ലഘുലേഖ പ്രസിദ്ധീകരിച്ചതിൻ്റെ സന്തോഷത്തിലാണ്. ഇന്ന് അത് പ്രസിദ്ധീകരിച്ച് ലഭിക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. അത് ഒരു പ്രത്യേക ലഘുലേഖയാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തോട് സംസാരിച്ചത്. അതിനൊരു ഹെഡിങ് ഞാൻ കൊടുത്തിട്ടുണ്ട്, സത്യം അറിയാൻ ആഗ്രഹിക്കാത്തവർ ഇത് വായിക്കരുത്. സത്യം അറിയാൻ ആഗ്രഹിക്കുന്നവർ
ഇത് വായിക്കട്ടെ. ഇനി സത്യത്തിന് വേണ്ടിയുള്ളൊരാഗ്രഹം ഏതൊരു മനുഷ്യൻ്റെയും ഉള്ളിലുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് മനഃപൂർവ്വമാണ് ഞാനത് എഴുതിയത്. സത്യം അറിയാതിരിക്കാൻ പിശാച് പരിശ്രമിക്കുമ്പോൾ ഈ ഹെഡിങ് എങ്കിലും അവരുടെ ഹൃദയത്തിലേക്ക് ഒരു കുത്തുകൊള്ളട്ടെ. സത്യം അറിയാൻ ആഗ്രഹിക്കാത്തവർ ഇത് വായിക്കരുത്. അപ്പോൾ സത്യം അറിയാൻ ആഗ്രഹിക്കുന്നൊരു മനസ്സുള്ള ദൈവം സൃഷ്ടിച്ച മനുഷ്യന് വായിക്കാൻ തോന്നട്ടെ എന്നാണ് എൻ്റെ ചിന്ത. ഇതിന് ഒരു ഹെഡിങ് ഉണ്ട്, ആര്, എന്ത്, എങ്ങനെ. ഈ ആർ, ഹു എന്ന ആ പദം കൊണ്ട് ഉദ്ദേശിച്ചത് ദൈവം ആരാണ്. 2, മനുഷ്യൻ, ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ ആരാണ്. 3, ദൈവം മനുഷ്യന് മുമ്പ് സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ദൂതന്മാർ, മാലാഖമാർ, അവരാരാണ്. അവരിൽ എങ്ങനെയാണ് അവരിൽ നിന്ന് ഒരു വിഭാഗം പിശാചും അവൻ്റെ അനുചരന്മാരായ അശുദ്ധാത്മാക്കളായത് എന്നാണ് യാർ എന്ന പദം കൊണ്ട് ഞാനിതിൽ എഴുതാനായിട്ട് പരിശ്രമിച്ചത്. 2, എന്ത് എന്നൊരു ചോദ്യമാണ്. മനുഷ്യന് എന്ത് സംഭവിച്ചു? പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി കരകയറാൻ കഴിയാതെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് മനുഷ്യന് എന്ത് സംഭവിച്ചു എന്ന് പറയുന്നത്. അടുത്തത്, പിശാച് എന്ത് ചെയ്തു, പിശാച് എന്ത് ഇന്ന് ചെയ്യുന്നു എന്നാണ് ഈ 2 എന്തിൽ എഴുതിയിരിക്കുന്നത്. അതായത് ദൈവമില്ലെന്ന് പ്രചരിപ്പിക്കുക, മരണത്തോടെ എല്ലാം കഴിഞ്ഞുവെന്ന് പ്രചരിപ്പിക്കുക, താൽക്കാലിക സുഖങ്ങളെ കാണിച്ച് മദ്യപാനത്തിലേക്കും മയക്കുമരുന്നിലേക്കും ആകർഷിക്കുക, സ്വാതന്ത്ര്യമെന്ന പേരിൽ പരമാവധി പേരിൽ ലൈംഗിക അരാജകത്വത്തിൽ ആറാടിക്കുക, രാജ്യങ്ങളിൽ ദൈവകൽപ്പനകളെ ധിക്കരിക്കുന്ന നിയമങ്ങളുണ്ടാക്കുക, മാനസാന്തരവും പാപമോചനവും പ്രസംഗിക്കുന്നതിനെ നിരോധിക്കുക, മനുഷ്യനെ പലതിൻ്റെയും അടിമയാക്കുക, നുണപ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുക. ഞാനൊരു ഭാഗം വായിച്ചു തന്നേ ഉള്ളൂ. 3, ദൈവം എന്തു ചെയ്തു? ദൈവം ഈ പാപത്തിലകപ്പെട്ട ബലഹീനനായ, ദുഃഖം പേറുന്ന, ശാപം പേറുന്ന, ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട, സന്തോഷവും സമാധാനവും ഇല്ലാത്ത മനുഷ്യരെ രക്ഷിക്കാൻ, നിത്യതയ്ക്കായി സൃഷ്ടിച്ച മനുഷ്യനെ നിത്യതയിലേക്ക് കൊണ്ടുചെല്ലുവാൻ ദൈവം എന്താ ചെയ്തത്? അതാണ് എന്ത് എന്ന അടുത്ത പദത്തിലൂടെ. അപ്പോൾ ആര്, എന്ത്. 3 കാര്യം, യേശു ക്രിസ്തു എങ്ങനെയാണ് ആത്മരക്ഷയ്ക്കായി എങ്ങനെ അത് പ്രാവർത്തികമാക്കാൻ കർത്താവ് എങ്ങനെയാണത് ചെയ്തത് എന്നാണ് അതിൻ്റെ അടുത്ത പദത്തിലൂടെ പറഞ്ഞത്. ആ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് മനുഷ്യന് എങ്ങനെ പാപമോചനം സാധിക്കുമെന്നും മാനസാന്തരം സംഭവിക്കേണ്ടത് എങ്ങനെയാണെന്നും ഇതിൻ്റെ അവസാനത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട്. മാനസാന്തരം എന്ന് പറയുന്നത് ഒരു രോഗസൗഖ്യമല്ല. രോഗസൗഖ്യം സംഭവിക്കുമ്പോൾ ഒരു അത്ഭുതം നടക്കുന്നതേ ഉള്ളൂ. പക്ഷേ മാനസാന്തരത്തിൽ അടങ്ങിയിരിക്കുന്ന, അതായത് ദൈവമായുള്ള റീകൺസിലിയേഷനിൽ അടങ്ങിയിരിക്കുന്ന 4 പ്രധാനപ്പെട്ട കാര്യങ്ങളെ ഞാനിവിടെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. പാപം എന്താണെന്ന് ഗൗരവമായിട്ട് അറിയണം. പാപം ചെയ്തിട്ടുള്ള കുറ്റബോധം ആഴമായിട്ടുണ്ടാകണം. പാപത്തെ വെറുത്തുപേക്ഷിക്കണം. പാപങ്ങളെ ഏറ്റുപറയണം. പാപമോചകൻ്റെ അടുത്തേക്ക് വരണം. മാനസാന്തരം സംഭവിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഇതിലെഴുതിയിട്ടുണ്ട്. എന്നിട്ട് അവസാനം ഞാനിങ്ങനെ എഴുതാനായിട്ടിടയായി, നിങ്ങൾക്ക് ദൈവബദലാകാനുള്ള വഴി മനസ്സിലായെങ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ യഥാർത്ഥമായി മാനസാന്തരപ്പെട്ടെങ്കിൽ, ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം ഈ പ്രാർത്ഥന വ്യക്തിപരമായിട്ട് ദൈവത്തോട് സമർപ്പിക്കാൻ. പാപമോചനത്തിനുള്ള പാപിയുടെ പ്രാർത്ഥന ദൈവം തീർച്ചയായും കേൾക്കും. പ്രിയപ്പെട്ടവരെ, പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല എന്ന് വചനത്തിലുണ്ട്. എന്നാൽ പാപിയുടെ ഒരു പ്രാർത്ഥന ദൈവം കേൾക്കും. പാപമോചനത്തിനായിട്ട് പാപി നടത്തുന്ന പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആര്, എന്ത്, എങ്ങനെ എന്ന ഈ ലഘുലേഖ പ്രിൻ്റ് ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചിരിക്കുക. ഞാൻ വിശ്വസിക്കുന്നു സത്യതൽപരരായിരിക്കുന്ന
പലരെയും ദൈവം രൂപാന്തരപ്പെടുത്തും. കാരണം കർത്താവായ യേശു ഒരു മതം സ്ഥാപിച്ചിട്ടില്ല. ഞാനത് ഇതിലെഴുതിയിട്ടുണ്ട്. അതായത് യേശുക്രിസ്തു ഒരു മതസ്ഥാപകനാണെന്ന തെറ്റിദ്ധാരണ നിങ്ങൾ മാറ്റണം. ഇനി ഇത് മാത്രമല്ല, ദൈവവചനമായ ബൈബിൾ ഒരു മതഗ്രന്ഥമാണെന്ന് നിങ്ങൾ പറയരുത്. ദൈവത്തിൻ്റെ അരുളപ്പാടാണ്, സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്നത്. അതുകൊണ്ട് വിശ്വസിക്കാൻ മനസ്സുള്ളവർക്ക് വിശ്വസിക്കാൻ തക്കവണ്ണം എഴുതിയിരിക്കുന്ന ഈ ലഘുലേഖ ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് സമർപ്പിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമുണ്ട്. ഇത് വായിക്കുന്ന അനേകം രൂപാന്തരപ്പെടണം. ഇത് ഇനിയും പ്രിൻ്റ് ചെയ്യുവാനായിട്ട് സാമ്പത്തികമായ സഹായങ്ങൾ ആവശ്യമുണ്ട്. ഇത് കൊടുക്കുവാനായിട്ട് സമർപ്പിതരായ വ്യക്തികൾ ആവശ്യമുണ്ട്. സുവിശേഷ പ്രവർത്തനത്തെ നാൾത്തോറും രക്ഷയെ പ്രസിദ്ധമാക്കേണ്ടതും മാനസാന്തരവും പാപമോചനവും പ്രസംഗിക്കേണ്ടത് കർത്താവിൻ്റെ ശിഷ്യരുടെ ചുമതലയാണ്. അതിനായിട്ട് ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഗോഡ് ബ്ലെസ്.